ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഓട്ടോമേറ്റ് 42. അപ്പോൾ ഇന്ന് നമ്മളുടെ കയ്യിലുള്ള മാവറിക് 440 ആണ്. ഏകദേശം 2 ദിവസമായി ഞാനപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ട് കിടക്കാൻ ഏകദേശം ഒരു 150 കിലോമീറ്റേഴ്സ് ക്ലോസ് ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമാണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നപ്പോൾ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആയിട്ട് തന്നെ കണക്കാക്കാം. അപ്പോൾ ഞാൻ അധികം നേരം ടൈം കളയുന്നില്ല. അപ്പോൾ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു കിടുക്കൻ ഒരു ഡീലാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്. അതായത് വണ്ടിയുടെ പ്രൈസ് തന്നെ ആദ്യം തന്നെ പറയാം, ഒരു ബിലോ 2 ലാക്ക് അല്ലെങ്കിൽ 1.99 ലാക്കിലാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 440cc ബൈക്ക് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ദ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബൈക്കാണ് ഈ ഒരു മാവറിക് 440 എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതായത് ഒരു ലുക്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ലുക്സാണ്. നമുക്ക് ഫ്രണ്ടിൽ തന്നെ നമുക്കൊരു LED ലൈറ്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു പ്രൊജക്ഷൻ ലൈറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ടാണ് ആ ഒരു DRLs വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ LED ആണ്. ആൻഡ് ടയേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് 110 സെഗ്മെൻറ്റും ബാക്കിൽ വരികയാണെങ്കിൽ നമുക്കൊരു 150 സെഗ്മെൻറ്റാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ടയേഴ്സാണ്, നമുക്ക് കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ കിട്ടിലും ബ്രേക്കിംഗ് ആണ്, നല്ലൊരു സുഖമായിട്ട് ബ്രേക്ക് ചെയ്യാനൊക്കെ നല്ല കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് നമ്മുടെ ബ്രേക്കിങ്ങിൻ്റെ ഇതിനകത്ത് നമുക്ക് പ്രീവിയസ് കമൻറ്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ABS എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നത്. സ്റ്റാൻഡേർഡ് ആയിരുന്നു പറയാൻ കാരണം നമുക്ക് ഇതൊരു 3 വേരിയൻറ്റിലാണ് വരുന്നത്. അതായത് ബേസ് വേരിയൻറ്റ്, മിഡ് വേരിയൻറ്റ് ആൻഡ് ടോപ്പ് വേരിയൻറ്റ്. ബേസ് വേരിയൻറ്റിൽ നമുക്ക് സ്പോക്ക് വീൽസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറച്ച് കൂടും, ഒരു 191 kgയിലേക്കൊക്കെ വണ്ടിയുടെ വെയിറ്റ് പോകും. മിഡ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റ് നമുക്ക് അലോയ്സാണ്. ടോപ്പ് വേരിയൻറ്റിലാണ് നമുക്ക് ഡയമണ്ട് കട്ട് അലോയ്സ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സിം സെറ്റപ്പ് വരും, അതായത് നമുക്ക് SOS കാര്യങ്ങളൊക്കെ വരും, ഒരു എമർജൻസി ഫീച്ചർ. അതായത് നമ്മുടെ ഹാർലിയുള്ള സെയിം സംഭവം നമുക്ക് ഇതിനകത്തേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു അലോയ് വീൽസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു 187 kg ആയിട്ട് പറയും. അതായത് ഒരു 4 കിലോ പറയും ആ ഒരു സ്പോക്ക് വീൽസ് മാറുമ്പോൾ തന്നെ. എന്നാലും സ്റ്റിൽ ഒരു വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ്, വെയിറ്റ് ഇല്ലാത്ത വണ്ടിയെന്ന് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ വണ്ടി കയറി ഇരുന്ന ഒരു എടുക്കുന്ന ടൈമിലാണ് ശരിക്കും നമുക്ക് വെയിറ്റ് തോന്നുള്ളൂ. ഓടിക്കുന്ന ടൈമിൽ നമുക്ക് അത്യാവശ്യം ഭയങ്കര നിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കാരണം ഹെഡ്ലൈറ്റ് കുറച്ച് ചെറുതാണ്, അതായത് വട്ടമുണ്ട്, നല്ലൊരു റേഡിയസ് ഉള്ളൊരു ഹെഡ്ലൈറ്റാണ്. പക്ഷേ ഇതിൻ്റെ വണ്ണം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹെഡ് വെയിറ്റ് നമുക്ക് ഹാൻഡിലേക്ക് അധികം കിട്ടുന്നില്ല. അതേപോലെ തന്നെ മീറ്ററും ചെറുതാണ്. സോ മീറ്റർ കാണിക്കുകയാണെങ്കിൽ ഇതാണ് ആ മീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ചെറിയൊരു മീറ്ററാണ്. എനിക്ക് ഇതിനകത്ത് ആകെ ഒരു കുറവ് തോന്നി. ഈ മീറ്ററിന് കുറച്ച് വലിപ്പം കിട്ടിയത് നന്നായിരുന്നു, അതായത് കുറച്ചുകൂടി ഡിപ്പ് കിട്ടാനായിട്ട്. മേ ബി ആ ഒരു ഹാൻഡിലിങ് കുറച്ചുകൂടി അടിപൊളിയാക്കാനും പിന്നെ പ്രൈസ് കുറയ്ക്കാനൊക്കെ ആയിട്ടാണ് ഈ ഒരു മീറ്റർ കൊടുക്കാനുള്ള സാധ്യത കൂടുതൽ. ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല റീഡബിളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഇരുണ്ട ഏരിയയിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് ഡിം ആവുകയും എന്നാൽ നല്ലോണം സൺലൈറ്റ് അടിക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റ്നസ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമോ കാര്യങ്ങളോ വരുന്നില്ല. ഇതേപോലെ സെറ്റപ്പ് നമ്മുടെ ഫ്രണ്ടിലെ DRLൻ്റെ ഒക്കെ ആ ഭാഗത്തും വരുന്നുണ്ട്. അതായത് നമുക്ക് ലൈറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ബ്രൈറ്റ്നസ് കൂടും. എന്നാൽ കൂടുതൽ ലൈറ്റുകളുടെ ടൈമിൽ ലോ ബ്രൈറ്റ്നസ് രീതിയിൽ ഇരിക്കും. അതായത് നമ്മൾ നോർമൽ രീതിയിലൊക്കെ ഓടിച്ചെടുക്കുന്നുണ്ടായിരിക്കും. സ്വിച്ച് ഗിയേഴ്സൊക്കെ നമ്മളുടെ ഹാർലിയുള്ള സെയിം എക്സെപ്റ്റ് ദിസ് ഏരിയ. നമുക്ക് ടോഗ് സ്വിച്ച് ഒന്നും വരുന്ന കാരണം TFT ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഡിം ആൻഡ് ബ്രൈറ്റുള്ള സ്വിച്ച്, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. ഹോൺ സിംഗിൾ ഹോണാണ്, അതൊരു ഡബിൾ ഹോണാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. നമുക്ക് ഇവിടെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എൻജിൻ കിൽ സ്വിച്ച് കാര്യങ്ങൾ വരുന്നു. ഇവിടെ ഹസാർഡ്, ഇവിടെ SOS. ഈ ഒരു SOS നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. ആൻഡ് നമുക്ക് കളേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ബ്ലാക്കും വേറൊരു ബ്ലാക്കും കൂടി വരുന്നുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് ടോപ്പ് വേരിയൻറ്റിൽ വരുന്നത്. പിന്നെ നമുക്ക് മിഡ് വേരിയൻറ്റിൽ വരുമ്പോൾ നമുക്കൊരു ബ്ലൂ ആൻഡ് റെഡ് കളേഴ്സാണ് നമുക്ക് മിഡ് വേരിയൻറ്റിൽ വരിക. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ വരികയാണെങ്കിൽ നമുക്കൊരൊറ്റ വൈറ്റ് കളർ മാത്രമാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. ഈ ഒരു മെഷീൻ കട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പ് വേരിയൻറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ള വേരിയൻറ്റിലൊന്നും ആ ഒരു മെഷീൻ കട്ട് കാര്യങ്ങളൊന്നും വരുന്നതല്ല. അപ്പം പിന്നെ ബാക്കി ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരാം. അതിന് പിന്നെ എക്സോസ് നോട്ടൊന്ന് കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് എക്സോസ് നോട്ടാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ. ഞാൻ വേണമെങ്കിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഓടിച്ചെടുക്കുമ്പോണ്ടല്ലോ ഇത്തിരി രസമെന്ന് പറയും ഈ ഒരു എക്സോസ് നോട്ട്. കിട്ടില്ല സൗണ്ടാണ് ഈ ഒരു എക്സോസ് നോട്ടിൻ്റെ ഭാഗത്ത്. ഇവിടെ ഒരു ചെറിയൊരു വൈബ്രേഷൻ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് ഓടിക്കുമ്പോൾ നമ്മളറിയില്ല, ഈ ഒരു ഐഡിലായിട്ട് നമ്മൾ നിർത്തിയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്കറിയണം. ബാക്കി ഞാൻ ഓടിച്ചുകൊണ്ട് അറിയാം. സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇരിക്കാം. യാതൊരു തരത്തിലുള്ള ഡിസ്കംഫർട്ടും സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് തോന്നിയില്ല. ബാക്കി ഞാൻ ഓടിച്ചുകൊണ്ട് പറയാം. മിറേഴ്സൊക്കെ അത്യാവശ്യം വിസിബിളാണ് കേട്ടോ. ഏതായാലും ഇവിടെ നിന്ന് വളച്ചെടുക്കുന്നതുകൊണ്ട്
ടേണിങ് റേഡിയസിനെ പറ്റി ഞാൻ പറയാം. ടേണിങ് റേഡിയസ് അത്യാവശ്യം കുറവാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒടിവ് അത്യാവശ്യം കിട്ടും. ഈ ഒരു സംഭവം എൻ്റെ 220 ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് റിവേഴ്സ് എടുത്ത് ഓടിക്കേണ്ടി വരും. പക്ഷേ ഈ ഒരു മോഡലിൽ ആ പ്രശ്നമില്ല, നമുക്ക് ഒറ്റ ഒടിവിൽ തന്നെ ഈ ഒരു വളവൊക്കെ എടുക്കാൻ പറ്റുന്നുള്ളത്. ഇപ്പോൾ അത്യാവശ്യം കുലുക്കുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുലുക്കത്തെ പറ്റി പറയാം. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഏത് പോയില്ല നിൽക്കുന്നതെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർഡർ സൈഡല്ല, എന്നാൽ ഫുള്ളി സോഫ്റ്റ് ആണോ എന്ന് വെച്ചാൽ ഫുള്ളി സോഫ്റ്റ് സൈഡും അല്ല. നടുക്ക് നിൽക്കണോ അതോ സോഫ്റ്റിൻ്റെ അടുത്തേക്ക് പോകണോ എന്ന രീതിയിൽ ഒരു കൺഫ്യൂഷൻ അടിച്ച് വെക്കുന്ന ഒരു സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയുടെ എന്ന് പറയുന്നത്. പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയത് നമ്മളുടെ ഏഴാറ്റുമുഖം റൂട്ടാണ്. അപ്പോൾ അവിടെ കുറച്ച് ഏരിയകളിൽ നല്ല റോഡും കുറച്ച് ഏരിയകളിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുമാണ്. അപ്പോൾ ഒരു മിക്സഡ് രീതിയിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം വിചാരിച്ച നല്ല റോഡായിരിക്കുന്നതിൽ വച്ചലക്കി ഓടിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഴി കണ്ടപ്പോൾ നമ്മൾ ഇരുന്ന് ഓടിക്കുകയാണെങ്കിൽ അടി കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നാണ് ഓടിച്ചത്. ഒരു മിനിറ്റ്. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഓടിച്ചപ്പോൾ എനിക്ക് ആ ഒരു സീറ്റിൻ്റെ ആ ഒരു അടി, അതായത് ഫ്രണ്ട് സസ്പെൻഷനിൽ നിന്നൊരു അടി കൊള്ളുന്ന ഫീലോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഈസിലി നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതായത് എഴുന്നേറ്റ് നിന്ന് ഓടിക്കുമ്പോൾ പോലും ഞാൻ ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് എഴുന്നേറ്റ് നിന്ന് ഓടിച്ചത്. ഇതിൻ്റെ ഫുഡ് പേക്ക് തന്നെ കുറച്ച് ഫോർവേഡ് സെറ്റാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് തന്നെ എഴുന്നേറ്റ് നിന്ന് ഓടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഒരു ഓഫ് റോഡ് ബൈക്ക് ഓടിക്കുന്ന പോലെയൊക്കെ നല്ല രസമായിട്ട് വേണ്ടി ഓടിക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പവർ ഫിഗേഴ്സ് പറയുകയാണെങ്കിൽ ഏകദേശം 27 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ഏകദേശം 34-36 NM ടോർക്കാണ്. 34 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ആൻഡ് ഈ ഒരു സംഭവത്തിൻ്റെ 4000 RPM ഈ പറഞ്ഞ 34 NM ടോർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് ഏകദേശം 2000 RPM തന്നെ നമുക്കിതിൻ്റെ 90% ആ ഒരു ടോർക്ക് കിട്ടുന്നുള്ളതാണ്. അതായത് ഏകദേശം 30.6 NM ടോർക്കൊക്കെ ആയിരിക്കും. 34 NM ടോർക്ക് എന്ന് പറയുമ്പോൾ ഈ ആ ഒരു 30.6 NM ടോർക്കൊക്കെ നമുക്ക് ആ ഒരു 2000 RPM തന്നെ കിട്ടും. അതായത് നിങ്ങൾ നോക്കേണ്ടത്, നമ്മൾ ഈ ഒരു വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1500-1600 RPM തന്നെ ആയിരിക്കും ഐഡിയലായിട്ടുള്ള RPM ഇനീഷ്യലി കിടക്കുന്നത് തന്നെ. സോ നമ്മൾ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് തുടക്കത്തിലേ ആ ഒരു ടോർക്ക് കിട്ടും. അതായത് ഇനീഷ്യൽ ടൈമിൽ നമുക്ക് ചെറിയൊരു പമ്പൽ വന്നു, അത് കഴിയുമ്പോൾ ആ ടോർക്ക് അവിടെ മൊത്തം കിട്ടുന്നുള്ളതാണ്. ഇപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല, നമുക്ക് യാതൊരു ഇഷ്യൂ നമുക്ക് ആ ഒരു പുള്ളി എന്നായിരുന്നു നല്ല ഈസിലി നമുക്ക് ക്രൂസ് ചെയ്ത് പോകാം. നമുക്ക് ഈ ഒരു 4th ഗിയറിൽ തന്നെ ഫുൾ ഡേ വേണമെങ്കിൽ ഓടിക്കാം. അത്രയും കംഫർട്ടബിളായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. അതായത് വൈബ്രേഷൻസ്, അനാവശ്യ വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും എനിക്ക് എവിടെയും തോന്നിയില്ല. നമ്മൾ ഒരുപാട് റബ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു വൈബ്രേഷൻ വരുന്നുള്ളൂ. അതർവൈസ് എനിക്ക് വൈബ്രേഷൻ അങ്ങനെ അനോയിങ് ആയിട്ടുള്ള എവിടെയും തോന്നിയില്ല. ഞാൻ ഈ വണ്ടിയിൽ 6th ഗിയർ വളരെ കുറവാണ് യൂസ് ചെയ്തേക്കണം. 6th ഗിയറൊക്കെ വളരെ ഏകദേശം ഒരു 90 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് 5th ഗിയറിൽ തന്നെ ഓടിച്ച് കിടക്കാം. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് 5th ഗിയറിലേക്ക് ഇട്ടാൽ 6th ഗിയറിലേക്ക് ഇട്ടാൽ മതി. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഗിയർ പൊസിഷനിങ് ആ ഒരു ട്യൂണിങ് ഒക്കെ സെറ്റപ്പ് ചെയ്തേക്കണം. ആൻഡ് ഇതൊരു ലോങ് സ്ട്രോക്ക് എഞ്ചിനാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ക്യാരക്ടേഴ്സ് ഈ ഒരു വണ്ടിക്കുണ്ട്. നമ്മുടെ ഹാർലിയുള്ള സെയിം എഞ്ചിൻ തന്നെ, ട്യൂണിങ്ങിലൊന്നും കാര്യമായ ഡിഫറൻസ് ഇല്ല. പിന്നെ ഓടിക്കുന്ന പോസ്റ്റർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർലിൽ കുറേ കൂടി റിലാക്സ്ഡ് ആണെങ്കിൽ ഇതിനകത്ത് റിലാക്സ്ഡ് തന്നെയാണ്. ഞാൻ അപ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എന്നാലും ആ ഒരു തുടക്കത്തിലുള്ള ഒരു ചെറിയൊരു ജമ്പിങ് ഒരു നേച്ചറുണ്ട് ഈ ഒരു വണ്ടിക്ക്. അതായത് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് ട്രാഫിക്കിലൂടെയൊക്കെ പോകുമ്പോൾ ഞാനിപ്പോൾ ആക്സിലേറ്റർ വിട്ടു, ഇപ്പോൾ എടുത്തു. അപ്പോൾ ഈ ഒരു ടിപ്പും ജമ്പും നമുക്ക് ഈ ഒരു വണ്ടിയിൽ അത്യാവശ്യം കാണാൻ പറ്റും. നമുക്ക് ഓടിച്ച് ശീലമായി കഴിഞ്ഞാൽ നമ്മളത് ശ്രദ്ധിക്കില്ല. പക്ഷെ ഇനീഷ്യലി എടുക്കുന്നവർക്ക് ആ ഒരു ടിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ആ ഒരു പവർ പെട്ടെന്ന് അടിച്ചിറങ്ങുന്നതും പെട്ടെന്ന് കിക്ക് ചെയ്യുന്നതൊക്കെ അറിയാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ടൈമിൽ നമുക്കൊന്ന് പെട്ടെന്നൊന്ന് കോപ്പപ്പ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നമ്മളൊന്ന് ഫോർവേഡ് സെറ്റ് ആയിട്ടിരുന്നാൽ മതി. ഒന്ന് അറ്റാക്കിങ് രീതിയിൽ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ആൻഡ് കൂടുതലും ഓടിക്കാൻ രസം അതാണ്. നമ്മൾ മൊത്തത്തിൽ റിലാക്സ്ഡ് ആയിട്ട് പുറകോട്ട് വലിഞ്ഞമർന്നിരിക്കുന്നതിലും ബെറ്റർ നമ്മൾ കുറച്ച് മുന്നോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കൂടി ഭയങ്കര എന്താ പറയുക, ഭയങ്കര എൻജോയ് ചെയ്ത് ഓടിക്കാനുള്ളൊരു കൈൻഡ് ഓഫ് പോസ്റ്ററാണ് നമുക്ക് ഇതിനകത്ത് തന്നെ. അതായത് നമ്മളിപ്പോൾ റിലാക്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഹാർലിയും എന്നാൽ കുറച്ചുകൂടി എൻഗേജിങ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടിയുടെയും സീറ്റിംഗ് പോസ്റ്ററാണ് എനിക്ക് തോന്നിയത്. ബാക്കി സ്വിച്ച് ഗിയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ക്വാളിറ്റി ഈ വണ്ടിയിൽ എനിക്ക് എവിടെയും ക്വാളിറ്റി ഇഷ്യൂസൊന്നും തോന്നിയില്ല.
ഓൾമോസ്റ്റ് എല്ലായിടത്തും എനിക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. എനിക്ക് എവിടെയും ഭയങ്കര ഫിറ്റ് ആൻഡ് ഫിനിഷിങ്ങിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ ചിലവർക്കൊക്കെ ഈ ഒരു വയറിങ് ചിലവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. എനിക്കങ്ങനെ കാണാൻ ഇഷ്ടമാണ്. അതായത് ഈ ഒരു രീതിയിൽ കിടക്കണേ, വെറുതെ കുറേ ചിപ്ര വയറ് കിടക്കുന്നതിൽ ഉപരി ഇങ്ങനെ ഒരു രീതിയിൽ കിടക്കണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം മര്യാദയ്ക്ക് ടൈയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല നീറ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ മീറ്റേഴ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നാവിഗേഷൻ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഹീറോയുടെ ആ ഒരു ആപ്പ് ഉണ്ട്, ഒരു കണക്ടിവിറ്റി ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമുക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക, അതേപോലെ തന്നെ വണ്ടിയുടെ ഷാസി നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടി ഈ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ആപ്പ് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് നാവിഗേഷൻ കാര്യങ്ങൾ ഇടാം, അതേപോലെ തന്നെ കോള് ഇടണമെങ്കിൽ ഇടാം. അതായത് കോളിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം ബേസിക്കായിട്ട് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഈ ഒരു മീറ്റർ ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ലപോലെ തന്നെ യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് വെയിറ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഏകദേശം 187 കിലോ ആണ് ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അതായത് മിഡ് ആൻഡ് ടോപ്പ് വേരിയൻറ്റിൻ്റെ വരുന്നത്. ആൻഡ് നമ്മുടെ ബേസ് വേരിയൻറ്റ് വരുമ്പോൾ 191 കിലോ വരുന്നതാണ് ഞാൻ കണ്ടത്. അതായത് അതിനകത്ത് സ്പോക്ക് വീൽസാണ് വരുന്നത്. അപ്പോൾ അതിന് കുറച്ച് വെയിറ്റ് കൂടുന്നുണ്ട്, ഒരു 4 കിലോ കൂടുന്നുണ്ട്. അത്രയും ഡിഫറൻസ് സ്പോക്ക് വീൽ വരുമ്പോൾ ഉണ്ടാവും എന്നുള്ള ഞാൻ ഈ ഒരു വണ്ടിയുടെ ഇതിനകത്താണ് ശ്രദ്ധിച്ചത്. സോ നമുക്ക് ആ ഒരു വെയിറ്റ് ശരിക്കും വരുന്നത് നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തും, അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കോർണറൊക്കെ ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലത്തെ ഒരു വളവല്ല. അപ്പോൾ നമ്മൾ കുറേ കൂടിയും വീശി വണ്ടി വലിച്ചിങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ കാട്ടി പോകുന്നുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ വലിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരു വെയിറ്റ് ആ ഒരു മൊമെൻറ്റിൽ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ നമ്മൾ കൃത്യം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈസിലി മാനേജബിളാണ്. നമുക്ക് ഓടിക്കുമ്പോഴൊന്നും തന്നെ വെയിറ്റ് എവിടെയും അറിയാൻ പോകില്ല. ഈ പറഞ്ഞ സെനേരിയോയിൽ നമ്മൾ വെയിറ്റ് അറിയില്ല, പക്ഷെ ആ വെയിറ്റ് കാരണം നമുക്ക് വണ്ടി വലിച്ച് ഒന്ന് നീക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ടൈമിലൊക്കെ എനിക്ക് അതിനെ പറ്റിയിരുന്നു. ഞാൻ ആ ഒരു നമ്മുടെ ഏഴാറ്റുമുഖ റൂട്ടൊക്കെ പോയപ്പോൾ ഞാൻ വിചാരിക്കാണ്ട് കുറേ കൂടി വളവ് കൂടുതലുള്ളൊരു വഴിയൊക്കെ വന്നു. ഞാൻ കരുതി പെട്ടു എന്ന് വിചാരിച്ചു, പക്ഷേ ബ്രേക്കാണ് എന്നെ കൂടുതലും ഹെൽപ്പ് ചെയ്തത്. ബ്രേക്കിംഗ് ഈ വണ്ടിയുടെ ഉണ്ടല്ലോ, സൂപ്പർ ബ്രേക്കിംഗ് ആണ്. നോ കംപ്ലയിൻസ് ഇൻ ദാറ്റ്. ഇത് രസമായിട്ടാണ് പറയുക എൻ്റെ ബ്രേക്കിംഗ് ആണ്. നല്ല കോൺഫിഡൻ്റ് ഉള്ള ബ്രേക്കിംഗ്. അതായത് ജനറലി എനിക്ക് ഏതെങ്കിലും ഒരു വളവ് കാര്യങ്ങളോ വല്ല ചരലൊക്കെ കിടക്കണമെങ്കിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവ് പൊതുവെ ഉണ്ടാവും. എത്ര നല്ല ടയേഴ്സാണെങ്കിൽ എനിക്ക് പൊതുവെ ഉണ്ടാകാറുണ്ട്. ഇതിനകത്ത് ആ ഒരു പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ഫീൽ എനിക്ക് ഈ ഒരു വണ്ടി ഉണ്ടാക്കി തന്നെ, ആ ഒരു ബ്രേക്ക് കാരണം. അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് ആണ്. 320 mm ഫ്രണ്ട് ഡിസ്കും 240 mm റിയർ ഡിസ്കും ആണ് ഇതിനകത്ത് വരുന്നത്. ആൻഡ് ഡ്യുവൽ ചാനൽ ABS ആണ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഇപ്പോൾ പല വണ്ടികളും സിംഗിൾ ചാനൽ ABS ഇതിനകത്ത് നമ്മുടെ ബേസ് വേരിയൻറ്റിലും ബാക്കിയുള്ളതിൽ ഡ്യുവൽ ചാനൽ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് പകരം ഒരു ഡ്യുവൽ ചാനൽ ABS തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ വണ്ടിയുടെ ഹീറ്റിംഗ് പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് കുറച്ചുണ്ട്. ഒരിക്കലും ഭയങ്കരമായിട്ട് പൊള്ളണ ചൂടല്ല, പക്ഷേ ഹീറ്റിംഗ് ഉണ്ട് വണ്ടിക്ക്. ഒട്ടും തന്നെ ഹീറ്റിംഗ് ഇല്ലാത്ത വണ്ടിയൊന്നുമല്ല. ഒബ്വിയസ്ലി 440cc എഞ്ചിനാണ്. അപ്പോൾ ഹീറ്റിംഗ് എങ്ങനെ ഓയിൽ ഉണ്ടാവും. പിന്നെ ലിക്വിഡ് കൂൾഡ് ഒന്നല്ല, ഓയിൽ കൂൾഡാണ്. അപ്പോൾ അതിൻ്റേതായൊരു ചെറിയ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ട് തീർച്ചയായിട്ടും. ബട്ട് സ്റ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വല്ല ട്രൗസറൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ മേ ബി ചെറിയൊരു അനോയിങ് മേ ബി ഉണ്ടായേക്കാം. ഐ ഡോണ്ട് നോ. ഞാൻ ഓടിച്ചത് മൊത്തം തന്നെ ജീൻസ് ഇട്ടിട്ടാണ്. അപ്പോൾ എനിക്ക് ജീൻസ് ഇട്ട് ഓടിച്ചിട്ട് എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതിൽ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ എക്സോസ്റ്റാണ്. കേട്ടില്ല എക്സോസ്റ്റാണ്. മറ്റു വണ്ടികൾ നമ്മുടെ അടുത്ത് എവിടെ പോകുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ലൗഡായിട്ട് തോന്നാറില്ല. അപ്പോൾ ഞാൻ ഒന്ന് ഫ്രണ്ടിനെ കൊണ്ടൊന്ന് ഓടിപ്പിച്ച് നോക്കി. എന്നിട്ട് ഞാൻ പുറകിൽ കൂടെ പോന്നു. ഓവർടേക്ക് വന്ന സമയത്തൊക്കെ ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ട് പോലും എനിക്ക് അങ്ങനെ ഭയങ്കര വലിയ സൗണ്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഓടിക്കുന്ന മൊമെൻറ്റിൽ നമുക്ക് അസലായിട്ട് അതിൻ്റെ സൗണ്ട് അറിയാൻ പറ്റും. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. ആ രീതിയിലാണ് ഇതിൻ്റെ എക്സോസ്റ്റ് വെക്കണം. നമ്മുടെ ഹാർലിയുള്ള സെയിം എക്സോസ്റ്റാണ്. കൂടി ആ ഒരു കേസിങ്ങുള്ള ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. സോ സൗണ്ട് നല്ല കിട്ടില്ല സൗണ്ടാണ്. സ്പെഷ്യലി നമുക്കത് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിലല്ലോ നമ്മളുടെ മെട്രോ പില്ലേഴ്സിൻ്റെ താഴെ അതല്ലെങ്കിൽ ചെറിയ വഴികൾ
അങ്ങനെയുള്ള വഴികളിലേക്ക് കയറുമ്പോഴല്ലോ ആ ഒരു സൗണ്ട് അവിടെ മുഴങ്ങും. ആ ഒരു മുഴക്കം കിട്ടിയാലല്ലോ ആ ടിപ്പ് പൊളിയാണ്. ഓപ്പൺ റോഡ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഞാൻ 5th ഇയറിലാണ് ഈ വലിപ്പിച്ചുകൊണ്ട് പോയത്. 100 ടച്ച് ചെയ്ത് സ്റ്റിൽ നമുക്ക് ഒരു ഗിയറും കൂടി കിടക്കുന്നുണ്ട്. സോ പ്രോബബ്ലി സംഭവം ഒരു 130 150 ക്ലോക്ക് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ഈ ഒരു വണ്ടിക്കുണ്ട്. ഞാൻ അത്ര ക്ലോക്ക് ചെയ്തിട്ടില്ല, കാരണം നമുക്കിവിടെ അതിനുള്ളൊരു വഴിയില്ല. ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ക്ലോക്ക് ചെയ്തില്ല. ഞാൻ മാക്സിമം ക്ലോക്ക് ചെയ്തത് 120 ആണ്. അതും ഇവിടെയല്ല, വേറൊരു വഴിയിൽ വെച്ചാണ്. അവിടെ കുറേ കൂടി അതിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു. ഈ ഒരു 5th ഇയർ പോലെ നമുക്ക് കുറഞ്ഞ സ്പീഡ് പോകട്ടെ. അതായത് നമ്മൾ 100 ക്ലോക്ക് ചെയ്ത് 5th ഇയറിൽ ക്ലോക്ക് ചെയ്ത് വേണമെങ്കിൽ ക്ലോക്ക് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സ്പീഡ് കുറച്ച് വേണമെങ്കിൽ സ്പീഡും കുറച്ച് പോകാം, ഒരു കുഴപ്പമില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളി ഡീലാണ്. ഒരു 199 190 സംതിങ് ആണ് ഇതിൻ്റെ ഒരു എക്സ്-ഷോറൂം പ്രൈസ്. അതായത് ബേസ് വേരിയൻറ്റിൻ്റെ വരുന്നത്. സ്റ്റിൽ അതൊരു നല്ലൊരു ഡീലാണ്. നമ്മുടെ 440cc അല്ലെങ്കിൽ 400cc വണ്ടികളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. മറ്റ് വേരിയൻസിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് കൂടുന്നുണ്ട്. ഏകദേശം 220 ആ റേഞ്ച് വരെയൊക്കെ പോകുന്നുണ്ട്. 220 230 വരെയാണ് പോകുന്നത്. 230 മറ്റുമാണ് ഈ ഒരു ടോപ്പ് വേരിയൻറ്റിലെ ഒരു പ്രൈസ് വരുന്നത്. പ്രിസൈസ് ആയിട്ടുള്ള പ്രൈസിങ് കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ മതി. സോ പ്രൈസിങ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൈസിങ്. ആൻഡ് സർവീസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ once in 10,000 kilometers ആണ് ഇതിൻ്റെ ആ ഒരു സർവീസ് ഇൻ്റർവെൽ വരുന്നത്. ഏകദേശം 3,000 ആൻഡ് ബിലോ ക്ലോസ് ടു 3,000 ആണ് അതിൻ്റെ ആ ഒരു സർവീസ് ബിൽ കോസ്റ്റൊക്കെ വരുന്നത്. സോ ഒരു 10,000 ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീസൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഇത്രയും നല്ലൊരു എൻജിൻ, ഇത്രയും ഹയർ CC എൻജിനാണ്, പിന്നെ ഹാർലിയിൽ നിന്ന് ഷെയർ ചെയ്യുന്നൊരു എൻജിനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 3,000 എനിക്ക് ഭയങ്കര വലിയ കോസ്റ്റ്ലി ആയിട്ട് തോന്നുന്നില്ല. ഒരു ഓക്കേഷ് ഓർ ക്ലോസ് ടു അഫോർഡബിൾ എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ആ ഒരു ഇൻ്റർവൽ കണക്കിലെടുത്ത്. നേരത്തെ ആ പുള്ളി വട്ടം ചാടിയപ്പോഴൊക്കെ ബ്രേക്ക് ചെയ്തപ്പോഴൊന്നും എനിക്കൊരു ഇഷ്യൂ ഉണ്ടായില്ല. നല്ല കോൺഫിഡൻസ്, നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാം. ആൻഡ് ഞാൻ നേരത്തെ ഹെഡ് വെയ്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു മൊമെൻറ്റിലാണ് നമുക്ക് ഈ ഒരു വണ്ടിയുടെ ടോർക്കും അതേപോലെ തന്നെ ഈ ഒരു ഹാൻഡ്ലിങ്ങിൻ്റെയൊക്കെ ഒരു ഗുണം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. നമുക്ക് 3rd ഗിയറിലൊക്കെ ഈസിലി കൊണ്ടുപോകാം. ഈ ഒരു ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെ പുഷ്പം പോലെ നമുക്ക് ഓടിച്ചെടുക്കാം, ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെ ചാലക്കുടി ടു ആലുവ റൂട്ടിൽ ഇങ്ങനെ വന്നിട്ട് കുറേ ഭാഗങ്ങളിൽ എനിക്ക് ബ്ലോക്ക് കിട്ടി. പ്രത്യേകിച്ച് അങ്കമാലിൽ ബ്ലോക്ക് കിട്ടി. അങ്കമാലിലൊക്കെ ഇതേപോലത്തെ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഈസിലി എടുത്ത് പോകാൻ പറ്റി. അത് ഭയങ്കര രസമാണ് ഈ സാധനം. ഇങ്ങനെയുള്ള ഒരു വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ച് കുറച്ച് വൈഡറായിട്ടുള്ള ഹാൻഡിൽസാണ്. അപ്പം അങ്ങനെയുള്ളൊരു ഹാൻഡിലുള്ള വണ്ടി ഇത്തരം രീതിയിൽ ഇങ്ങനെ പൊളച്ചൊക്കെ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള പരിപാടിയാണ്. അത് പ്രത്യേകിച്ച് ഓടിച്ച് ശീലമുള്ളവർക്ക് അറിയാൻ പറ്റും. ഭയങ്കര രസമാണ് അങ്ങനെയൊക്കെ ഓടിച്ചറിയാൻ. കുറച്ച് റിസ്ക്കാണ്, നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. ഏതെങ്കിലും വണ്ടിയൊക്കെ വല്ല മിറേഴ്സ് ഓപ്പൺ ചെയ്യുക, ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടിയിരിക്കും എവിടെയെങ്കിലും. സോ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. സ്ലോ പേസിലേക്ക് പോകാൻ പാടുള്ളൂ. ഹായ് പോലീസ് മാമിൻ. ഇന്ന് മൺഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ട്. അപ്പോൾ ഇന്ന് ഈ വണ്ടി ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. 2 ദിവസം കയ്യിലുണ്ടായി. ആൻഡ് എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്ന ഒരു ലോങ് ടേം ബൈക്കാണ്. 2 ദിവസം ജനറലി നോക്കി കഴിഞ്ഞാൽ ഭയങ്കര വലിയ ലോങ് ടേം ഒന്നും ആയിരിക്കില്ല ബാക്കിയുള്ളവരെ സംബന്ധിച്ച്. പക്ഷേ എനിക്ക് ലോങ് ടേമാണ്. എനിക്ക് അങ്ങനെ 2 ദിവസവും കിട്ടാറില്ല, ഒരു ഫ്യൂ അവേഴ്സാണ് എനിക്ക് കിട്ടാറ്. അപ്പോൾ ആ ടൈമിൽ പറ്റുന്ന അത്രയൊക്കെ ഓടിച്ച് നോക്കി അനലൈസ് ചെയ്യാൻ ജനറലി എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ബട്ട് ഈ വണ്ടിയിൽ ഏകദേശം 150 ഞാൻ ക്ലോക്ക് ചെയ്തു. ആൻഡ് ഐ റിയലി ലൈക്ക് ദിസ് ബൈക്ക്. നല്ല രസമാണ്, ഓടിച്ചെടുക്കാനൊക്കെ കൊള്ളാം. ആൻഡ് വണ്ടിയുടെ മൈലേജ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 28 27 to 35 ക്ലോസ് നമുക്ക് ക്ലോക്ക് ചെയ്യാം. ആൻഡ് ഡിപ്പെൻസ് ഓൺ അവർ റൈഡിങ് മെത്തേഡ്. എങ്ങനെ നമ്മൾ റൈഡ് ചെയ്യുന്നു എന്നുള്ളതിനെ വല്ലാണ്ട് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ അത്യാവശ്യം നല്ല എക്കണോമിക്കലൊക്കെ ആയിട്ടാണ് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30 അബവ് ഡെഫിനറ്റ്ലി നമുക്ക് കിട്ടും. 34 35 ഒക്കെ നമുക്ക് ക്ലോക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞൊന്നും കിട്ടില്ല. ഒരു
24, 28 ആ റേഞ്ച്. 28ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് കിട്ടും. 27, 28ഒക്കെ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ. 27 to 30 എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നിയത്. പീക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 34, 35 എനിക്ക് കിട്ടും. എനിക്ക് ആ റേഞ്ചാണ് കിട്ടിയത്. അതായത് ഞാൻ ഒരു വൺ സൈഡ് ഞാൻ പോയിരുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു 27 km/ലിറ്ററൊക്കെയാണ് എനിക്ക് കിട്ടിയത്. പിന്നീട് എനിക്ക് നല്ലൊരു വഴി കിട്ടി. ഞാൻ ഒരുപാട് ദൂരം നല്ല വഴി കൂടെ ഓടിച്ചു, ബ്ലോക്ക് കുറവുള്ള വഴി കൂടെ ഓടിച്ചപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മൈലേജും കിട്ടി. സോ ഡിപ്പെൻസ് ഓൺ ദ റോഡ് കണ്ടീഷൻ ആൻഡ് നമ്മളെങ്ങനെ ഓടിക്കും എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, പോലീസ് മാമൻ. അവൻ്റെ കാര്യം തീരുമാനമായതിനിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ വണ്ടിയെ പറ്റിയുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ താഴെ കൊടുത്തേക്കാം. സോ അതിനകത്ത് നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. നോ നീഡ് ടു ഹെസിറ്റേറ്റ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നിങ്ങൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ വണ്ടിയെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതിനകത്ത് സ്റ്റോറി വൈസൊക്കെ ആയിട്ട് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് ഫോളോ ചെയ്തിടാം. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വണ്ടിയെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ വരാൻ കഴിയുന്ന പ്രതീക്ഷയോടെ I'm Jay and I'll catch you in next one. Bye bye.